ആസാദിൽ ഫുഡ് കഴിക്കാൻ മൂന്നപ്പം അല്ലേ, മൂന്നപ്പം ഒരു വീറ്റ് പൊറോട്ട വെറും 250 റുപ്പീസ് ഉള്ളി. ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് ഡേ 10 ആണ്, 100 ഡേ 10. ഓക്കെ, അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാൻ മൂടുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യും. ആണേ, ഈ ആസാദിൽ മാത്രം ഉണ്ടെന്ന് തിളപ്പിച്ച വെള്ളം ഗ്ലാസ് തരണം, പതുക്കെ കുടിക്കുക. അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. രാവിലെ ബിരിയാണി കഴിച്ചാലോ? ബിരിയാണി കഴിക്കാമോ? എന്നുള്ളത് ആസാദിലാണ്. ആസാദിൽ ഫുഡ് കഴിക്കാൻ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ. അപ്പം ഹോസ്പിറ്റലിൽ വന്നതാണ് നമ്മൾ. ഇപ്പം ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത് ഫുഡ് കഴിച്ചിട്ടുള്ള ബ്ലഡ് റൊട്ടീൻ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റൊട്ടീൻ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരിക്കും പുറത്ത് പോകുമ്പോൾ കഴിക്കുന്നത് എന്നുള്ളത്. വെയിറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അപ്പം ചപ്പാത്തി. സോറി തെറ്റിപ്പോയി. അപ്പം എനിക്ക് വീറ്റ് പൊറോട്ട, നിനക്ക് അപ്പം മൂന്നപ്പം അല്ലേ, മൂന്നപ്പം ഒരു വീറ്റ് പൊറോട്ട. അത് കഴിഞ്ഞിട്ട് എഗ് മസാല, അതിൽ 2 എഗ്ഗ് കാണും. പിന്നെ ഒരു എക്സ്ട്രാ ഡബിൾ ഓംലേറ്റ് എഗ്ഗ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോട്ടീനായി, കാർബ്സായി, ഫാറ്റുമായി. ഓക്കെ, പിന്നെ എനിക്കൊരു കോഫി, നിനക്കൊരു ചായ, രണ്ടും ചായ, ഇത്രയേ ഉള്ളൂ. കുട്ടിക്ക് അമ്നീഷ്യ രോഗമുണ്ടോ? ഇല്ല. ആദ്യം ഞാനൊരു ഫുഡ് പറഞ്ഞു. അങ്ങനെ വരെ ഇപ്പം ബിരിയാണി വേണം, ഈ സാധനത്തിൽ. നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ബിരിയാണിയിൽ എത്തുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ബിരിയാണി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട, ഇതിന് മുന്നേ എന്താ പൊറോട്ട, ചായ, വീറ്റ് പൊറോട്ടയാണ്, എഗ് മസാല, ഓംലേറ്റ്, മസാല ഓംലേറ്റ്, ജസ്റ്റ് 55 റുപ്പീസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ കഴിച്ചിട്ട് കാണാം. പൊറോട്ട, എഗ് മസാല, കണ്ട ലീറ്റ്സ്. സൂപ്പർ എഗ് മസാല. ആക്ച്വലി 100 ഡേയ്സ് ചലഞ്ച് ആയാലും എൻ്റെ സുഖമില്ലാത്ത കാരണം ഇതൊക്കെ കഴിക്കുന്നതാണ്. വേറെ ഒന്നും കഴിക്കാൻ തോന്നല്ലേ. മാക്സിമം ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കുന്നു. സൂപ്പർ. ഞാൻ ഇങ്ങനെയായിരിക്കും മാക്സിമം പുറത്ത് പോകുമ്പോൾ കഴിക്കുന്നത്. വീറ്റ് പൊറോട്ട ഇപ്പോൾ കഴിയുക, അല്ലെങ്കിൽ ചപ്പാത്തിയോ എഗ്ഗോ. ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും എഗ്ഗായിരിക്കും എക്സ്ട്രാ ഓർഡർ ചെയ്യും. ഇത് ഫുഡ് അങ്ങനെയുണ്ട്. മസാല ഓംലേറ്റ് ആണേ.
അടിപൊളി. നമുക്ക് ഇതെല്ലാം നടത്തിയിട്ടേ ഒരു ഫുഡ് ബ്ലോഗ് തുടങ്ങിയാലോ? ഒന്നും പൊളിയായിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കമന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും 110 കിലോ വീണ്ടും 110 കിലോയിലോട്ട് തിരിച്ചു പോകും. നൈസ് ഡിയർ. ഇത് ലാഭമല്ലേ? I am not promoting, but it's good. See guys, the result ഉണ്ടോ? എല്ലാം normal. See, വെറും 250 rupees only. അങ്ങനെയുണ്ട്. ഭയങ്കര ഡിസ്കൗണ്ട് ആണ്. ചാലക്കകത്താണ്. ബ്രോ ഷോപ്പിന്റെ പേരെന്താ? ആമിന ഷോപ്പ്. ഏതിന്റെ ഓപ്പോസിറ്റ് ആയത്? പള്ളിയുടെ ഓപ്പോസിറ്റ്. സ്ഥിരം കസ്റ്റമറാണ്. നല്ല ഷൂസ് ഇവിടെ കിട്ടും. ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്. ആക്ച്വലി ഇത് ഹോൾസെയിലാണ്. കാർഡ് ഹോൾസെയിൽ കടയാണ്. പക്ഷേ കുറച്ച് എക്സ്പയറി ആയത് നമുക്ക് വില കുറച്ച് തരും. നല്ല ബ്രാൻഡ് സാധനം. 4 ചെപ്പലും 3 ചെപ്പലും ഒരു ഷൂ എടുത്തപ്പോൾ 800 സംതിങ് ആയിരുന്നു. ഏഷ്യൻ്റെ ഷൂ, ബാക്കി നല്ല ബ്രാൻഡഡ് ജോഗറിൻ്റെ ഒരു ചെപ്പൽ, ബാക്കി 2 ബ്രാൻഡഡ് ചെപ്പൽ. നല്ല ലാഭമുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. സമയമില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജിമ്മിലോട്ട് പോകുന്നത്. കുറച്ച് പർച്ചേസ് ഉണ്ട്. ഇത് ഒരു ഐഡിയ ഇല്ലാത്ത പർച്ചേസ് ആയിരുന്നു. ചെപ്പൽ ആവശ്യമായിരുന്നു. അങ്ങനെ ചെപ്പൽ വാങ്ങാൻ പോയി. കുറച്ച് ലാഭത്തിന് മേടിക്കാൻ പറ്റി. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെയുള്ള കുറച്ച് വീഡിയോ ആയിരുന്നു. ബോറടിക്കല്. ഇതൊന്നുമല്ല നമ്മളെ ബേസിക് വീഡിയോ, വേറെയാണ്. സോ ഇന്നത്തെ ദിവസം അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ ഒരു വ്ളോഗേ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഉറപ്പായിട്ടും വരും. എൻ്റെ ചീറ്റ് മീൽ ഡേയിൽ ഇങ്ങനെ ഒരു ഫുഡ് വ്ളോഗ് ചെയ്യണമെന്നാണ് വലിയൊരു ആഗ്രഹം. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ ബൈ. സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ലൈക്ക്.